മുകളിൽ കിടക്കുന്ന ചോദ്യം കണ്ടോ? നല്ല ചോദ്യമല്ലേ? SCERT ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കോ ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്തതിന് തുല്യമായ ഭിന്നസംഖ്യ കാണണം. എങ്ങനെയത് ചെയ്യുന്നത്? നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് ഒരു റൗണ്ട് ഒന്ന് ചെയ്ത് നോക്കിയേ, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി കിട്ടുന്നില്ലെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ കണ്ടോ മക്കളെ. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാനേ ഇതിനെ ദേ ഇങ്ങനെ ഒന്ന് പകുതിയായിട്ട് മുറിക്കാൻ പോവാ. ദേ ഇതിനെ ഇങ്ങനെ ഒന്ന് പകുതിയായിട്ട് മുറിച്ചു. കണ്ടോ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആ സ്ക്വയറിന്റെ അകത്ത് നിങ്ങൾ നോക്കണേ. ആ സ്ക്വയറിന്റെ അകത്ത് 1 2 3 4 ത്രികോണങ്ങൾ വന്നില്ലേ? ആ ഒരു സ്ക്വയറിന്റെ അകത്ത് വന്നല്ലോ. അപ്പം ഇതിൽ 4 ത്രികോണങ്ങളുണ്ട്, ഇതിലും അതേപോലത്തെ 4 ത്രികോണങ്ങളുണ്ട്, ഇതിലും അതേപോലത്തെ 4 ത്രികോണങ്ങളുണ്ട്, ഇതിലും ഉണ്ട്. അപ്പൊ ആകെ 16 ത്രികോണങ്ങളുണ്ട് ആ വലിപ്പമുള്ളത്. 16 എണ്ണം ഉള്ളതിൽ ദേ 1 2 രണ്ടെണ്ണത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം ഷെയ്ഡ് ചെയ്തതിന് തുല്യമായ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 16ൽ 2 ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആണോ? എന്ന് പറഞ്ഞാൽ 1/8 എന്ന് കിട്ടും. വെട്ടി ചെറുതാക്കുമ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഞാൻ ചെയ്തത് ഒരു സ്ക്വയറിന്റെ അകത്ത് 4 ത്രികോണം വരും. അങ്ങനെ 4 സ്ക്വയർ ആണെങ്കിൽ 16 ത്രികോണങ്ങൾ കൊള്ളും. അങ്ങനെയുള്ള ത്രികോണങ്ങൾ 16 എണ്ണം ആകെ കൊള്ളും. അതിൽ 2 എണ്ണത്തിനെ ഷെയ്ഡ് ചെയ്തേ. 16ൽ 2 1/8 ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ അല്ലേ? താങ്ക് യു.